ഹായ് നമസ്കാരം. ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ താടിയൊക്കെ വെള്ളത്താടിയൊക്കെ ഉണ്ടല്ലോ, ദാസേട്ടൻ താടിക്ക് വെച്ചിട്ട് താടിക്കൊന്ന് പഠിച്ചുകൂടെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ സാധാരണ താടി പഠിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്, ഇടയ്ക്കൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുക്കട്ടെ, അത് പറയാൻ മുമ്പ് ഞാൻ മലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്രതം തുടങ്ങിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ 14-ാം തീയതിയാണ് മലയ്ക്ക് പോകുന്നത്. ഈ 14-ാം തീയതി ഇനിയിപ്പോൾ 4-5 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മാല ഇട്ടിട്ടില്ല, സ്വാമിയായിട്ടില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് മാറ്റിനിക്ക് ഐനോക്സിൽ പോയിട്ട്, തൃശ്ശൂർ ശോഭ സിറ്റി ഉള്ള ഐനോക്സിൽ പോയിട്ട് ഒരു വടക്കൻ വീരഗാഥ സിനിമ തിയേറ്ററിൽ കണ്ടു. 100-ലേറെ തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ട്, ഞാൻ 100-ലേറെ തവണ കണ്ട ആരും ഉണ്ടാവില്ല എൻ്റെ പോലെ. സിനിമയ്ക്ക് കാണാപ്പാടാണ്. ഓരോ ഡയലോഗും ഓരോ മ്യൂസിക് വരെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ കാണാപ്പാടാണ്. അത്ര ഇഷ്ടപ്പെട്ടൊരു സിനിമ വേറെ ഇല്ല. ഈ സിനിമ നമ്മൾ മുമ്പ് കാണുമ്പോൾ കണ്ടതിനേക്കാൾ ഇന്നെന്ത് പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടപ്പോൾ ഇൻ്റർവെല്ല് വരെ ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു. കാരണം അന്നൊന്നും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കുറേ നമ്മുടെ ജീവിതത്തിൽ കുറേ ഇത്രയും വർഷങ്ങളിലെ ജീവിതത്തിൽ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടും, അതായത് നല്ല പൊസിഷനിൽ ഉണ്ടായിരുന്നിട്ടും കുറച്ച് വീഴ്ചകളിൽ വീണ്, അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളൊക്കെ നേരിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് നമ്മൾക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എന്താ പറയുക, ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കാണുമ്പോൾ മമ്മൂക്കയ്ക്ക് ഈ സിനിമയിൽ കുറേ എന്താ പറയുക, ചെറുതാക്കപ്പെട്ട സംഭവങ്ങളും, അതുപോലെ തന്നെ മമ്മൂക്ക എനിക്ക് ഫീലിങ്സ് ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. മമ്മൂക്ക ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങൾ, മമ്മൂക്കനെ ഒഴിവാക്കുന്ന ഡയലോഗുകൾ, അല്ലെങ്കിൽ ചെറുതായി കാണിക്കുന്ന സംഭവങ്ങളൊക്കെ ഈ സിനിമയിൽ കുറേ ഭാഗങ്ങളുണ്ട്. ഇൻ്റർവെല് വരെ കംപ്ലീറ്റ് തഴയുന്നതും അദ്ദേഹത്തിൻ്റെ ഓരോ വിഷമങ്ങളൊക്കെയാണ്. ചന്തു എന്ന കഥാപാത്രത്തിനുണ്ടാവുന്ന കുറേ വിഷമങ്ങളും കാര്യങ്ങളും അതൊക്കെ മമ്മൂക്ക ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം നമുക്ക് എവിടെയൊക്കെയോ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുള്ള ഒരു സംഭവങ്ങളുമായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, എന്നാലും നമുക്ക് കുറേ വിഷമമുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമ കാണുമ്പോൾ. ഞാൻ കുറേ കരഞ്ഞു പോയി ഈ സിനിമ കണ്ടിട്ട്. എനിക്ക് നിയന്ത്രിക്കാനാവാതെ വരെ വിഷമം വന്ന സീനുകളുണ്ടായി ഈ സിനിമയിൽ. അത്ര ഗംഭീരമായിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇൻ്റർവെല്ലിന് ശേഷം പിന്നെ അങ്ങനത്തെ സീനുകൾ കുറവാണ്, പക്ഷേ സെൻറ്റിമെൻറ്റ്സ് സീനുകളൊക്കെ കുറവാണ്. എന്നാലും ഗംഭീര സിനിമയല്ലേ, എന്താ പറയുക. പിന്നെ അങ്ങോട്ട് മമ്മൂക്കൊക്കെ ആക്ഷൻ, മമ്മൂക്കേനെ കളിയാക്കുന്ന ആൾക്കാർക്കില്ലേ, മമ്മൂക്കൊക്കെ ആക്ഷൻ പറ്റില്ല. മമ്മൂക്ക എന്ത് നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക ഇത്ര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ചിലപ്പോൾ വേറെ ഉണ്ടെന്ന് നമുക്ക് സംശയം. കാരണം അത്രമാത്രം ഈ സിനിമയിൽ ഓരോ ഭാവങ്ങളും എന്ത് ഗംഭീര പെർഫോമൻസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഗംഭീര പെർഫോമൻസാണ് മമ്മൂക്കയുടെ. ശരിക്കും പറഞ്ഞു വെച്ചാൽ മറ്റുള്ള നടന്മാരെയും, മറ്റുള്ള സുരേഷ് ഗോപി ഉണ്ട്, എല്ലാവരും ഉണ്ട് ഇതിൽ. അരിങ്ങോട്ടറായിട്ട് അഭിനയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ രാജ്, ഇവരെല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. ബാലൻ നായരൊക്കെ ഗംഭീരമായിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ എന്താ പറയുക, മുഖത്ത് ക്യാമറ വയ്ക്കുമ്പോൾ മമ്മൂക്കയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളും ശബ്ദവും, എന്താ പറയുക, ഡബ്ബിങ്ങിൻ്റെ രാജാവ് എന്ന് പറയാം. നമുക്ക് ലോകത്തിൽ തന്നെ ഒരാൾക്ക് ഇതുപോലെ ഡബ് ചെയ്യാൻ പറ്റില്ല. അത്ര സെൻറ്റിമെൻറ്റ്സും വർക്കൗട്ട് ചെയ്യുന്നതും, അദ്ദേഹത്തിൻ്റെ നോട്ടം, ഭാവം, ഓരോ കണ്ണിൻ്റെ ഓരോ ചലനങ്ങൾ വരെ, കണ്ണിൻ്റെ എന്താ പറയുക, മോഹൻലാലിൻ്റെ കയ്യിൻ്റെ വിരൽ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഉറക്കണത് ഇങ്ങനെ കാട്ടിയിട്ട് അത് കയ്യിൻ്റെ വിരൽ വിറച്ചു എന്ന് പറയുന്നതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിലുണ്ട്. ഇതിൽ മമ്മൂക്കയുടെ എന്താ പറയുക, കൺപീലികൾ വരെ അഭിനയിച്ചിട്ടുണ്ട്. അത്ര ഗംഭീര പെർഫോമൻസാണ്. മക്കളായത് കാണാത്തവർ ശരിക്കും ടി വിയിൽ കണ്ട് തിയേറ്ററിൽ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സിനിമയ്ക്ക്, ഞാൻ ഇത്രയ്ക്ക് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയധികം ജനങ്ങളായിരുന്നു. അതായത് ഫാമിലി, അതായത് ഒരു 30 മുതൽ 60 വരെയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത് ഈ സിനിമ കാണാൻ.
ഫാമിലി ആയിട്ട്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ടില്ല. എല്ലാവരും ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ ഇവരൊക്കെ ആഘോഷിച്ചിട്ട് കാണാം. എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണെങ്കിലും ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതം തന്നെ. ഞാൻ അവിടെ പോയിട്ട് ആരോടും അഭിപ്രായം ചോദിക്കാനൊന്നും നിന്നില്ലേ, കാരണം തന്നെയുള്ളൂ. അപ്പോൾ തന്നെ പോയി ചോദിക്കാൻ എനിക്കൊരു മടിയാണ്, കാരണം അത്ര അധികം ആൾക്കാർ ഇഷ്ടപ്പെട്ട് കൈയടിച്ചിട്ടാണ്. ഐനോക്സിലൊന്നും സാധനം കൈയടിയും ബഹളമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണം. ചതിയൻ ചന്തുവിൻ്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ആ ഡയലോഗുകൾ അറിയണ കൊണ്ടേ അവരൊക്കെ കൈയടിക്കണം. അത്ര മനോഹരമായ സിനിമ. നിങ്ങൾ ചെറുപ്പക്കാരുണ്ടാകുന്നില്ല, മമ്മൂട്ടി ഫാൻസുകാർ ഇല്ല, വെറുതെ നമ്മൾ ഫേസ്ബുക്കിൽ വന്ന് അത് ഇതെന്ന് പറയുന്നതല്ലാണ്ട് നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ പോയി കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസയുടെ ദൃശ്യം.